ഞാൻ മദീനയിൽ നിന്ന് വാങ്ങിയ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരല്ലേ. മക്കയിലെ ക്ലോക്ക് ടവറിൻ്റെ മനോഹരമായ ഒരു ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ട ഒരു സാധനമാണ്. നമ്മളെ കബോർഡിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ക്ലോക്ക് ടവറിൻ്റെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ മിനാരോ ഇവിടെ എഴുതിയ അള്ളാഹ് എന്നൊക്കെ കാണുമ്പോൾ എല്ലാവരും അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ അള്ളാഹിനെ ഓർമ്മ വരും. ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്തിനാണെന്നറിയോ? ഈ ദുനിയാവിലൂടെ ആഖിറം സമ്പാദിക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ഒരിക്കലും ഒരാൾക്ക് 2 ഹൃദയം കൊടുക്കൂല, ഒരു ഹൃദയമേ കൊടുക്കുള്ളൂ. ആ ഒരു ഹൃദയം നമ്മൾ അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആ അർഹതപ്പെട്ട ആൾ വരുന്നതിന് മുമ്പ് ആ ഹൃദയം മറ്റൊരാൾക്ക് നമ്മൾ പണയം വെക്കരുത് ഒരിക്കലും. അപ്പോൾ അർഹതപ്പെട്ട ആൾ വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാന്ന് ഈ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. പറഞ്ഞതാവാം എന്നാണ്, ഉറപ്പില്ല. അപ്പോൾ കൊതിച്ച ആള് വരണമെന്നില്ല, കൊതിക്കാത്ത ആളായിരിക്കും വരിക. ആ ആള് കൊതിച്ചതിനേക്കാൾ മനോഹരമായിരിക്കും. സുഈനലഹുമു ശൈത്താന സൂഅ അമലിഹി എന്നല്ലേ? ശൈത്താൻ എല്ലാ വൃത്തികേടും നമുക്ക് മനോഹരമാക്കിയിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളെ മക്കളിടുന്ന ഫാൻറ് നിങ്ങൾ കണ്ടിട്ടില്ലേ? പാവാട പോലത്തെ ഫാൻറ്. അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ നടക്കും. എന്താ ഒരു രസം! അതിങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു രസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഓലിക്കത് രസമുണ്ടാവും. ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തതാരാ? ശൈത്താനാണ്. എല്ലാ വൃത്തികേടും ഭംഗിയുള്ളതായിട്ട് നമുക്ക് കാണിച്ചു തരും. അള്ളാഹു നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിയക്കുന്നവനിലേക്ക് നോക്കൂല എന്നാണ്. പക്ഷെ ഇത് നെരിയാണിക്ക് മേലെയും കടന്ന് നെരിയാണിക്ക് താഴെ കൂടി വലിച്ചങ്ങനെ നടക്കുക. ആ ഫാൻ്റെ ഒഴിവാക്കലാണ് നല്ലത്.